കൂട്ടുകാർക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇതിനു മുമ്പ് നടന്ന RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ പേപ്പർ ചെയ്യാവേ. നമ്മളതിന് 2 പാർട്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ പാർട്ടിലൊരു 50 ക്വസ്റ്റനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആദ്യത്തെ ക്വസ്റ്റനത്തോട് തുടക്കാം. ഇത് ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആൻസർ കീ ആണ്. ഓക്കെ, നമ്മൾ എക്സാം എഴുതി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ മാർക്ക് ചെയ്ത ആൻസർ കറക്റ്റ് ആൻസർ ഏതാണ് ഇതെല്ലാം അടങ്ങിയ ഒരു ഷീറ്റും കൂടി ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, യെസ്. ആദ്യ ദിവസം നോക്കി, എ കറണ്ട് ക്യാരിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് മറ്റേ മാഗ്നറ്റിസമാണ്. ഓക്കെ, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാക്സിമം ഫോഴ്സ് കിട്ടുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഏത് ആംഗിൾ വരുമ്പോഴാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 90 ഡിഗ്രി വരുമ്പോഴാണ് മാക്സിമം ആ ഒരു ഫോഴ്സ് കിട്ടുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പണ്ട് സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണത്. ഓക്കെ, അടുത്ത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ കളർ ഓഫ് ദ സ്കൈ വുഡ് ബി എന്തായിരിക്കും? ബ്ലാക്ക്. അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ നമ്മുടെ സ്കൈയുടെ കളർ ബ്ലാക്ക് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ് ലൈറ്റ് സ്കാറ്റർ ആവുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് ലൈറ്റ് സ്കാറ്റർ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റുന്നത്. പക്ഷേ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സ്കാറ്ററിങ് നടക്കത്തില്ല, ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സ്പേസ് ആയിരിക്കും കാണാം, അല്ലെ ബ്ലാക്ക് കളർ ആയിരിക്കും പറ്റുക. ഓക്കെ, അടുത്തത്, ഇതിനകത്ത് ഒരു റിലേഷൻ റിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കി, 8 19 5 13 7 എന്താവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കണം, 8ൻ്റെ ഡബിളിൻ്റെ കൂടെ 3 ആടുമ്പോഴാണ് 19 വരുന്നത്. 5ൻ്റെ ഡബിളിൻ്റെ കൂടെ 3 ആടുമ്പോഴാണ് 13 വരുന്നത്. അതുപോലെ തന്നെ 7ൻ്റെ ഡബിളിൻ്റെ കൂടെ 3 ആഡ് ചെയ്യണം. 14 3 17 ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാർച്ച് 22-ാം തീയതി. ഓക്കെ, ഇത് ആ ടൈമിലെ കറണ്ട് അഫേഴ്സ് ആണ്. മാർച്ച് 22 പഞ്ചാബ് അതുപോലെ ഹരിയാനയുടെ കോമൺ ഹൈക്കോർട്ട് എവിടെ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചണ്ഡീഗഡാണ്. സോ കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചു പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വേർഡ്സ് ബോഡ്മാസ് ക്യാപ്സൂൾ ലൊക്കേറ്റ് ഇൻ ഹ്യൂമൻ ബോഡി. ബോഡ്മാസ് ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കിഡ്നിയിലാണ് ഉണ്ടാവുക. നമ്മുടെ ബ്ലഡ് ഫിൽട്രേഷൻ പ്രോസസ്സിലുള്ളൊരു സംഭവമാണ് ബോഡ്മാൻസ് ക്യാപ്സൂൾ. ഞാൻ ചെറിയ സ്ക്രീൻഷോട്ട് അതിൻ്റെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ കപ്പ് ഷേപ്ഡ് സാക്ക് ഇൻ ദ കിഡ്നി ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ നെഫ്രോൺ ദ കിഡ്നീസ് ഫിൽറ്ററിംഗ് യൂണിറ്റ്. കിഡ്നിയുടെ ഫിൽറ്ററിംഗ് യൂണിറ്റിൻ്റെ ഒരു കപ്പ് ലൈക്ക് പോർഷനാണ് ബോഡ്മാൻ ക്യാപ്സൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ ബോഡി ഓർഗൻസ്, അതിൻ്റെ പാർട്സ്, അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ഷോസ് എ കാറ്റനേഷൻ പ്രോപ്പർട്ടി ലൈക്ക് കാർബൺ. കാർബൺ പോലെ കാറ്റനേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു എലമെൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിന്, അതായത് ഇപ്പോൾ കാർബൺ എലമെൻ്റ് ആണെങ്കിൽ കാർബണിൻ്റെ തന്നെ ആറ്റംസുമായിട്ട് കൂടിച്ചേരാനുള്ള എബിലിറ്റീനാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണ്, കാർബണിൻ്റെ തന്നെ ആറ്റംസുമായിട്ട് കൂടിച്ചേരാനുള്ള കഴിവ്. അതുപോലെ തന്നെ കഴിവ് കാണിക്കുന്ന വേറെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ സിലിക്കൺ, ബോറോൺ, സൾഫർ, ഇവർക്കെല്ലാം കാറ്റനേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ഇതിനകത്ത് ഓപ്ഷനകത്തുള്ള ഏതാണ്? സിലിക്കണാണ്. ഓക്കെ, അതാണ് ആൻസർ. അടുത്തത്, ഓക്കെ, അടുത്തത്, റെഡ് ലൈറ്റ് ഹാസ് വേവ് ലെങ്ത് അബൌട്ട് 1.8 ടൈംസ് ഗ്രേറ്റർ ദാൻ ദ ബ്ലൂ ലൈറ്റ്. അടുത്തത്, സൺലൈറ്റ് പാസസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ, ഫൈൻ പാർട്ടിക്കിൾസ് സ്കാറ്റർ ബ്ലൂ ലൈറ്റ് മോർ സ്ട്രോങ്ലി ദാൻ റെഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് us to understand the blue color of the clear sky. സ്കൈയുടെ കളർ ബ്ലൂ ആണുള്ള റീസൺ എന്താണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വിസിബിൾ ലൈറ്റിനകത്ത് ബ്ലൂ റീജിയനാണ് ഏറ്റവും കൂടുതൽ സ്കാറ്റർ ആവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലൂ കളർ സ്കൈക്ക് നമുക്ക് കാണുന്നത്, അല്ലേ. പിന്നെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ വേവ് ലെങ്ത്ത് കൂടുതലുള്ള റീജിയൻ ഒരുപാട് സ്കാറ്റർ ആവത്തില്ല. വേവ് ലെങ്ത്ത് കുറഞ്ഞ റീജിയനാണ് സ്കാറ്റർ ആവുന്നത്. അപ്പോൾ റെഡ് ലൈറ്റിന് ബ്ലൂവിനേക്കാളും 1.8 ടൈംസ് വേവ് ലെങ്ത്ത് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് സ്കാറ്ററിങ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതും ഇതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഇതും ഹെൽപ്പിംഗ് ആണ്, അല്ലേ. ബ്ലൂ ലൈറ്റ് സ്കാറ്റർ ആവുന്നതുകൊണ്ടാണ് ബ്ലൂ ലൈറ്റ് ആയിട്ട് സ്കൈ നമ്മൾ കാണുന്നത്. ബ്ലൂ ലൈറ്റിന് വേവ് ലെങ്ത്ത് കുറവാണ്. വേവ് ലെങ്ത്ത് കുറവുള്ള സാധനമാണ് കൂടുതൽ സ്കാറ്റർ ആവുക. വേവ് ലെങ്ത്ത് കൂടുതലുള്ളത് സ്കാറ്ററിങ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും ഓക്കെയാണ്. അതുകൊണ്ടാണ് ബോധം ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, വിച്ച് കൺട്രി വോൺ ബ്രോൺസ് അറ്റ് മെൻസ് ഹോക്കി ഏഷ്യ കപ്പ് 2022. കറണ്ട് അഫേഴ്സ് ആണ്, ഇന്ത്യയാണ് ആൻസർ. അടുത്തത് പസിലാണ്, ബോക്സ് ബേസ്ഡ് പസിലാണ്. PQRS to UV kept one over the other but not necessary in the same order. S is kept third from the bottom. മൊത്തം 7 ബോക്സ് അല്ലല്ലോ, 1 2 3 4 5 6 7.
എസ് എന്ന് പറയുന്ന ബോക്സ് മൂന്നാമതാണ് വെച്ചിരിക്കുന്നത്. ഓൺലി വി ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. പിക്കും എസിനിടയ്ക്ക് വി മാത്രമേ ഉള്ളൂ. ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. എസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിക്കും എസിനിടയ്ക്കും വി മാത്രം. ഇത് രണ്ടാമത്തെ പോസിബിലിറ്റി. 3 ആർ ബിറ്റ്വീൻ ടി ആൻഡ് വി. ടിക്ക് വിക്കും ഇടയ്ക്ക് 3 ബോക്സ് ഉണ്ട്. അപ്പോൾ വി ഇവിടെയാണെങ്കിൽ 1, 2, 3 കഴിഞ്ഞ് ടി ഇവിടെ. ഓക്കെ. ഇനി വി ഇവിടെയാണെങ്കിൽ 1, 2, 3 കഴിഞ്ഞ് ടീനിടാൻ സ്ഥലമില്ല. 1, 2, 3 കഴിഞ്ഞ് ടീനിടാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മളെടുത്ത രണ്ടാമത്തെ പോസിബിലിറ്റി തെറ്റാണ്. ഓക്കെ. ഇനി ടി ഈസ് കെപ്റ്റ് ഇമ്മീഡിയറ്റ്ലി ബിലോ യു. യു ടി യുവിൻ്റെ തൊട്ട് താഴെയാണ്. ക്യൂ ഈസ് കെപ്റ്റ് ഇമ്മീഡിയറ്റ്ലി എബോ എസ്. ക്യൂ ഈസ് കെപ്റ്റ് ഇമ്മീഡിയറ്റ്ലി എബോ എസ്. ആർ ഇസ് കെപ്റ്റ് തേർഡ് ഫ്രം ദ ടോപ്പ്. ആർ ഇസ് കെപ്റ്റ് തേർഡ് ഫ്രം ദ ടോപ്പ്. ഹൗ മെനി ബോക്സ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് എസ്. യുവിന് എസിനിടയ്ക്ക് എത്ര ബോക്സ് ഉണ്ടെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. എത്രയുണ്ട്? 3. അതാണ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ട്രെയിനിൻ്റെ സ്പീഡ് 70 km/h ആണ്. ഇത് ട്രെയിൻ ക്യൂവിനെ കവർ ചെയ്യുന്നത് ട്രെയിൻ ക്യൂവിനെ കവർ ചെയ്യും 170 km. സെയിം ഡയറക്ഷൻ പാരലൽ ട്രാക്ക് 56 km/h ഇൻ 1.5 മിനിറ്റ്. ഓക്കെ. നമ്മുടെ ട്രെയിൻ വേറൊരു ട്രെയിനെ ഓവർടേക്ക് ചെയ്യും 1.5 മിനിറ്റ് കൊണ്ട്. 2 ട്രെയിനിന് സ്പീഡുണ്ട്. രണ്ടാമത്തെ ട്രെയിനിൻ്റെ ലെങ്ത് ഉണ്ട്. ആദ്യത്തെ ട്രെയിനിൻ്റെ ലെങ്ത് ഇല്ല. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഹൗ മച്ച് ടൈം വിൽ പി. അത് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ആർ എന്ന് പറയുന്നൊരു ട്രെയിനിനെ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്ന ചോദിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ നോക്കിക്കോണേ. ആദ്യത്തെ കേസിൽ 2 ട്രെയിനും സെയിം ഡയറക്ഷനിലല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി റിലേറ്റീവ് സ്പീഡിൻ്റെ ടൈം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റിലേറ്റീവ് സ്പീഡ് എടുക്കാമെന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ വ്യത്യാസം എടുക്കണം. റിലേറ്റീവ് സ്പീഡ് ആദ്യത്തെ ട്രെയിനിൻ്റെ സ്പീഡ് 70, രണ്ടാമത്തെ ട്രെയിനിൻ്റെ സ്പീഡ് 56 അല്ലേ. വ്യത്യാസം എത്രയാണ്? 56, 4, 60, 60, 10, 70. 14 km/h ആണ് റിലേറ്റീവ് സ്പീഡ്. നമുക്ക് തന്നെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. km/h മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 5/18. ഇതാണ് സ്പീഡ്. ഇനി സമയം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. സമയം 1.5 മിനിറ്റ് അല്ല. 1.5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 90 സെക്കൻഡ് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും 18 × 5 25 × 14, അതായത് 50 × 7 350 മീറ്റർ എന്ന് കിട്ടും ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ. 350 മീറ്ററാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇതിനകത്ത് 170 മീറ്റർ ആദ്യത്തെ ട്രെയിനാണ്. അങ്ങനെയാണെങ്കിൽ 180 മീറ്റർ രണ്ടാമത്തെ ട്രെയിൻ ആയിരിക്കത്തില്ലേ. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഇതേ ട്രെയിൻ വേറൊരു ട്രെയിനെ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതാണ്. ടൈം കിട്ടാൻ വേണ്ടി ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മുടെ പിയുടെ ലെങ്ത്ത് 180 ആണ്. അതിൻ്റെ കൂടെ 220 ആഡ് ചെയ്യുക. 180 220 ആഡ് ചെയ്യുമ്പോഴത്തേനും 400 എന്ന് വരത്തില്ലേ. 400 മീറ്റർ. ഇനി റിലേറ്റീവ് സ്പീഡ് എടുക്കണം. രണ്ടാമത്തെ ട്രെയിനിൻ്റെ സ്പീഡ് 74 ആണ്. നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡ് 70 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര? 144. എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നത്? റിലേറ്റീവ് സ്പീഡ്. ഇവർ ഓപ്പോസിറ്റ് പോയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് 144 km/h ആണ്. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. 5/18. ഇത് സോൾവ് ചെയ്താൽ മതി ആൻസറാണ്. ഓക്കെ. 18 × 8 അല്ലേ 147. 8 ഇവിടെ 5. ആൻസർ എത്രയാണെന്ന് കിട്ടും? ഇത് മീറ്ററാണ്. 50/5 10 സെക്കൻഡ്സ് കിട്ടും നമുക്ക് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. In March 2022, Bharat Biotech partnered with which country's biopharmaceutical firm BioFabry for TB vaccine? TB വാക്സിന് വേണ്ടി ഭാരത് ബയോടെക് ഏത് കൺട്രിയുടെ ബയോഫാബ്രി എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ടാണ് പാർട്ട്ണർ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർച്ച് 2022 കറണ്ട് അഫയേഴ്സാണ്. സ്പെയിനാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഏത് ഹെർബാണ് ഇന്ത്യയിൽ മാത്രമുള്ളത് ബ്ലഡ് പ്രഷറിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സർപ്പഗന്ധമാണ് ആൻസർ. സർപ്പഗന്ധ ഇൻസോമിയ, അത് ഉറക്കക്കുറവ്, ആസ്മ, ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് സർപ്പഗന്ധ. പിന്നെ ജാമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാവൽപ്പഴമാണ്. ഓക്കെ. കച്ചനാർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. തുളസി നമുക്കറിയാം, ഈ പനി, ചുമ, ജലദോഷം അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് തുളസി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ. താഴെ തന്നിൽ ഏത് റെവല്യൂഷണറിയാണ് പോലീസുമായിട്ട് ആൽഫ്രഡ് പാർക്കിൽ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സ്വയം വെടിവെച്ച് മരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ചന്ദ്രശേഖർ ആസാദാണ്. ചന്ദ്രശേഖർ ആസാദുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ഇൻസിഡൻ്റാണ് കാക്കോരി ട്രെയിൻ റോബറി അല്ലേ, നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്നത്തെ ഏത് റോങ് പെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്കാണ്, കറക്റ്റാണ്. കാനറ ബാങ്ക് പേയ്മെൻറ്റ് ബാങ്ക് ആണല്ലേ. കാനറ ബാങ്കും പബ്ലിക് സെക്ടർ ബാങ്ക് തന്നെയാണ്. ഓക്കെ. AUSFB അത് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ആക്സിസ് ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ 3 times the percentage of Sujat is 5 years more than 2 times the percentage of Vanida. After 3 years 3 times age of Vanida will be 4 years less than
4 times the age of സുജാത. അപ്പോൾ 3 വർഷമായിട്ടുള്ള സുജാതയുടെ ഏജിനേക്കാളും 4 കുറവാണ് 3 times the age of വനിത. ഇത് സോൾവ് ചെയ്ത് നമ്മൾ ഇനി എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഏജ് ഓഫ് വനിത ഈസ് കെ ഇയേഴ്സ് മോർ ദാൻ ദാറ്റ് ഓഫ് സുജാത. വനിതയുടെ സുജാതയുടെ ഏജിന് ഡിഫറൻസ് ആണ് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഓക്കെ ഇവിടെ ഒരു 4 times ഉണ്ട്. 3 times the age of വനിത വിൽ ബി 4 years ലെസ് ദാൻ 4 times the age of സുജാത. താഴത്തേനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേനും 4s + 12 - 4 = 3v + 9 എന്ന് വരും. അപ്പോൾ 4s ഇത് 8 അല്ലേ = 3v + 1 എന്ന് വരും. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് എസ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ്സിന് നമുക്ക് 5 + 2v/3 എന്ന് വിളിക്കാം. അപ്പോൾ 4 × 5 + 2v/3 = 3v + 1 എന്ന് തോന്നില്ലേ. അപ്പോൾ 20 + 8v = 9v + 3 എന്ന് വരും. അപ്പോൾ വിയുടെ വാല്യൂ 17 എന്ന് വരും. വിയുടെ വാല്യൂ 17 ആണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും 17 34 39 എസിൻ്റെ വാല്യൂ 13 എന്ന് വരും. ഓക്കെ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 4. അതാണ് ആൻസർ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. ഓക്കെ ഇതിനകത്ത് അനലോജിയാണ്. 2 പേര് തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ആൻസർ ഓപ്ഷനകത്ത് എവിടെയുള്ളത് കണ്ടുപിടിക്കണം. ആദ്യത്തെ പേര് 13 182 91. അടുത്തത് 17 306 153. ഓക്കെ നമുക്കറിയാം 13 × 7 ആണ് 91 അല്ലേ. 17 × 9 ആണ് 153. 13 ഇത് ഡിവൈഡ് ആവുമോ നോക്കി. ഇതിൽ 1 തവണ 52 4 തവണ. ഓക്കെ 13 × 14 ആണ് 182. 17 306 ഡിവൈഡ് ആവുമോ? 30 1 തവണ 17 13 136 8 തവണ. 17 × 18 ആണ് 306. അപ്പോൾ നോക്കി അറ്റത്ത് മൾട്ടിപ്ലൈ നമ്പറിൻ്റെ ഡബിളാണ് നടുക്ക് മൾട്ടിപ്ലൈ ആയിരിക്കുന്നത് അല്ലേ. അറ്റത്ത് മൾട്ടിപ്ലൈ നമ്പറിൻ്റെ പകുതിയാണ് നടുക്ക് മൾട്ടിപ്ലൈ ആയിരിക്കുന്നത്. അങ്ങനെ എത്ര ഓപ്ഷനിലുണ്ടെന്ന് നോക്കി. 15 125 ആണെങ്കിൽ 5 × 3 5 × 25 25/3 അവിടെ മൾട്ടിപ്ലൈ ആയിരിക്കുന്നത്. ഓക്കെ അപ്പോൾ 50/3 വെച്ച് 15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 200 വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമോ? ഇല്ല. അതുകൊണ്ട് ഇതല്ല ആൻസർ. ഇനി 11നെ 67 ആക്കണമെങ്കിൽ 11/67 11/11 × 67 ചെയ്താലാണ് 1167 ആവുക. ഇനി ഇതിൻ്റെ ഡബിൾ വെച്ച് 11നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 157 വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വരുമോ? ഇല്ല. അവിടെ രണ്ടാമത്തെ അല്ല ആൻസർ. ഇനി മൂന്നാമത്തെ നോക്കാം. 8 36 ആണെങ്കിൽ 8 × 4 32 4.5 ആണ്. അപ്പോൾ നടുക്കുള്ളത് 4.5ൻ്റെ ഇരട്ടി 9 ആയിരിക്കണം. അങ്ങനെയാണ് 9 × 8 72 വരുന്നത്. ഇതാണ് ആൻസർ. ഓക്കെ അടുത്തതിനകത്തോട്ട് പോകാം. ഓക്കെ നമുക്ക് 2 അസംഷനും ഒരു സ്റ്റേറ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. ഏതാണ് ഇംപ്ലിസിറ്റ് ആയത് ഇൻഡയറക്റ്റ്ലി വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഈറ്റിംഗ് ടു മച്ച് ചോക്ലേറ്റ്സ് വിൽ ലെഡ് ടു ഡെൻ്റൽ പ്രോബ്ലം. സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഒരുപാട് ചോക്ലേറ്റ് കഴിച്ചാൽ ഡെൻ്റൽ പ്രോബ്ലംസ് വരും. ആദ്യത്തെ അസംഷൻ എന്താ? ചോക്ലേറ്റ് ഹാവ് ഹൈ ഷുഗർ കണ്ടൻറ്റ് വിച്ച് ക്യാൻ റിസൾട്ട് ഇൻ ബാക്ടീരിയൽ ഗ്രോത്ത്. അതൊക്കെയാണ്. ബ്രഷിംഗ് ട്വൈസ് എ ഡേ കീപ്സ് ടീത്ത് സ്ട്രോങ്. ഇതുണ്ടല്ലോ ഈ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് മുമ്പ് എന്ത് മനസ്സിൽ അസ്യൂം ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടാവുക. അതാണ് അങ്ങനെയാണ് ഈ അസംഷൻ സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ്റെ ഒരു പരിപാടി വരുന്നത്. അപ്പോൾ ബ്രഷിംഗ് ട്വൈസ് എ ഡേ കീപ്സ് ടീത്ത് സ്ട്രോങ്. പക്ഷേ ബ്രഷിങ്ങിനെ പറ്റിയല്ലല്ലോ രണ്ടാമത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഡെറ്റൽ പ്രോബ്ലം വരുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റുകളിൽ ഷുഗർ കണ്ടൻറ്റ് ഒരുപാടുണ്ട്. അത് ബാക്ടീരിയൽ ഗ്രോത്ത് ഒരുപാടുണ്ടാക്കും. അങ്ങനെയായിരിക്കും ഡെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാവുക.
അപ്പോൾ ഈ ഒരു സാധനം അസ്യൂം ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? അതുകൊണ്ട് ഫസ്റ്റ് മാത്രമേ ഇംപ്ലിസിറ്റ് ഉള്ളൂ. ഓക്കെ. ബ്രഷിങ് ട്വൈസ് എ ഡേ കീപ്സ് ടീത്ത് സ്ട്രോങ് എന്നാണെങ്കിൽ ബ്രഷിങ്ങിനെ പറ്റി എന്തെങ്കിലും പറയണ്ടോ? ഇല്ലല്ലോ. ക്ലിയർ ആണോ? അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് അകം ഡിസ്ക്രൈബ്സ് നോൺ വയലൻസ് ഇൻ ജൈനിസം റിലീജിയൻ. നമ്മുടെ ജൈനിസത്തിൽ കുറേ അഗംസ് ഉണ്ട്, അഗമാസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈനിസത്തിലെ, അതായത് നമ്മുടെ ഈ മഹാവീറിൻ്റെ ടീച്ചിങ്സൊക്കെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്ന ബുക്കുകളാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ നോൺ വയലൻസിനെ പറ്റി പറയുന്ന അകം ഏതാണെന്ന് വെച്ചിരിക്കുന്നത് സൂത്ര ക്രത്താങ് സൂത്രമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. പി എന്ന് പറഞ്ഞാൽ ഇൻറ്റു, ടി എന്ന് പറഞ്ഞാൽ മൈനസ്, എം എന്ന് പറഞ്ഞാൽ പ്ലസ്, ബി എന്ന് പറഞ്ഞാൽ പ്ലസ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ ഏതാ വരികയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സൂം ചെയ്യുവാണേ. 54. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 9. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 11. ടി എന്ന് പറഞ്ഞാൽ മൈനസ് 13. എം എന്ന് പറഞ്ഞാൽ +7. ഓക്കെ, ഇത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഇൻറ്റു ഡിവൈഡ് ചെയ്യുന്ന ടേംസെല്ലാം ഒരുമിച്ച് കിടക്കും. അപ്പോൾ ഇത് 6 ആണ്, ഇത് 66 ആണ്. 66 മൈനസ് 13 പ്ലസ് 17. 66ൻ്റെ കൂടെ 17 ആഡ് ചെയ്താൽ 70, 83. 83 നിന്ന് 13 കുറച്ചാൽ 70 വരും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഡസ്റ്റർ എന്ന് പറയുന്ന വേർഡിൻ്റെ അകത്തെ വവ്വൽ നെക്സ്റ്റ് ആക്കണം, കൺസണൻ്റ് പ്രീവിയസ് ആക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ലെറ്റർ 2 തവണ വരും എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഡസ്റ്റർ എന്നുള്ള വേർഡ് എഴുതുക DUSTER. വവ്വൽ നെക്സ്റ്റ് ആക്കും. അപ്പോൾ യു എന്ന് പറയുന്നത് വി ആവും, ഇ എന്ന് പറയുന്നത് എഫ് ആവും. ബാക്കിയെല്ലാം പ്രീവിയസ്. DC ആവും, SR ആവും, STS ആവും, RQ ആവും. എത്ര റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടോ? ഇല്ല. സോ ആൻസർ 0 ആണ്. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 സക്സസീവ് ഡിസ്കൗണ്ട് ഉണ്ട്, 40%, 60%. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ഡിസ്കൗണ്ട് കിട്ടുന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? നമ്മുടെ മറ്റേ X+Y + XY ബാൻഡ് എന്നുള്ള ഇക്വേഷനിലെ യൂസ് ചെയ്താൽ പോലെ. 2 ഡിസ്കൗണ്ട് അല്ലേ, അപ്പോൾ -40 -40 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. സോറി, -40 -60 -40 ഇൻറ്റു +40 × 60 / 100 -100 + 24 ഈക്വൽ ടു -76%. അതായത് 76% കുറയും. അതാണ് നെറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്ത് ഏതാണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ASD ഉണ്ട്, EWH ഉണ്ട്. ഓക്കെ, എനെ ഈനെ കണക്ട് ചെയ്യാനായിട്ട് A കഴിഞ്ഞാൽ BCDE, നാലാമത്തെ അല്ല E. S കഴിഞ്ഞാൽ TUVW, നാലാമതാണ് W. D എടുത്താൽ EFGH, നാലാമത്തെയാണ് H. അതല്ല FGH കിടക്കുന്നത്. F കഴിഞ്ഞ് GHIJ, G കഴിഞ്ഞ് HIJK, H കഴിഞ്ഞ് IJKL. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. G കഴിഞ്ഞാൽ HIJK അല്ല, അപ്പോൾ ഇത് പറ്റില്ല. J KLMN ഓക്കെയാണ്, K LMN ഓക്കെയാണ്, L OP L MNO P ഓക്കെയാണ്. ഓക്കെ, +4 ആണ്. ഓരോ ലെറ്ററിൻ്റെ +4 ആണ് അതിൻ്റെ അപ്പുറം കിടക്കുന്നത്. അടുത്തത്, ഇൻ എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് രാധിക 18 ഫ്രം ദ ടോപ്പ് ആൻഡ് 32 ഫ്രം ദ ബോട്ടം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് 1 കുറച്ചാൽ മതി. ഇത് രണ്ടും ആഡ് ചെയ്താൽ 40 അല്ലേ. സോറി, ഇത് രണ്ടും ആഡ് ചെയ്താൽ 40, 50. 50 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 49 കിട്ടും ആൻസർ. അടുത്തത്, പ്ലാൻ ഡൈവേഴ്സിറ്റി ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2010 ആണ് സ്ട്രാറ്റജിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇത്ര ടഫായിരുന്നല്ലേ. അടുത്തത്, സുചിത സ്റ്റാർട്ടഡ് ഹെർ മോർണിംഗ് വാക്ക് ആൻഡ് നോട്ടഡ് ദാറ്റ് ഹെർ ഷാഡോ ഈസ് അറ്റ് ഹെർ ബാക്ക്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. മോർണിംഗ് വാക്കിന് പോയപ്പോൾ ഷാഡോ പുറകിലാണ്. അങ്ങനെയാണെങ്കിൽ നടന്നു പോയത് ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കത്തില്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് പിടിച്ചു, പിന്നെ റൈറ്റ് പിടിച്ചു, പിന്നെ റൈറ്റ് പിടിച്ച് ഓടുകയാണ്. ഇപ്പോൾ ഏത് ഡയറക്ഷൻ ഓടുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സൗത്ത്. അടുത്ത്, സീക്ക് തീറ്റ വന്നിട്ടുണ്ട്. തീറ്റ അക്യൂട്ട് ആണെങ്കിൽ 3 tan θ - 5 cos θ / 5 sin θ - 3 sec θ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, നമുക്കിത് നേരെ ട്രയാങ്കിൾ വരയ്ക്കാം. കൊസീക്ക് സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസീറ്റയുടെ ഇൻവേഴ്സാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസീറ്റ 3/5 ആയിരിക്കും. ഇത് 3, ഇത് 5. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 4 ആയിരിക്കും ഇതില്ലേ. പൈതഗോറിയൻ ട്രിപ്പിൾസ് അല്ലേ ഈ കിടക്കുന്നത്. 16 9 ആടെയും 25 സ്ക്വയർ വരെ. ഇതാണ് തീറ്റ. ഇനി 3 ടാൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ സീക് തീറ്റ. ടാൻ തീറ്റയുടെ വാല്യൂ എത്ര? 4/4. കോസ് തീറ്റയുടെ വാല്യൂ 3/5. സൈൻ തീറ്റയുടെ വാല്യൂ 4/5. സീക് തീറ്റയുടെ വാല്യൂ 5/3. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 4. 5 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 3. 5 സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 4. 3 സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 5. 4 - 3യുടെ വാല്യൂ 1 ആണ്. 4 - 5ൻ്റെ വാല്യൂ -1 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ -1 എന്ന് വരത്തില്ല ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 73rd Amendment of the Constitution enables states with a population of less than 20 lakh to have a minimum dash tier structure in the local governance of the state. അതായത് 20 ലക്ഷത്തിന് താഴെ പോപ്പുലേഷനുള്ള സ്റ്റേറ്റുകളിൽ എത്ര ടയർ ലോക്കൽ ഗവർണൻസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 2 ടയർ സ്ട്രക്ചറാണ്. 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 3 ടയർ സ്ട്രക്ചറാണ്. നമ്മുടെ ആൻസർ എത്രയാണ്? 2 ടയർ. അടുത്തത് 6 എംപ്ലോയീസിൻ്റെ മന്ത്ലി വേജ് ഇത്രയാണ്. ഇതിൻ്റെ മീഡിയം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. ഏറ്റവും മിഡിലിൽ വരുന്ന ഏതാണെന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ ഇതുമില്ല, നടുക്ക് 2 വാല്യൂ ഇല്ലേ, 8,000 8,500. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുത്താൽ മതി. 8250 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്തത് ട്വൈസ് ദ സൺസ് ഏജ് ആഡ് ടു ഫാദർസ് ഏജ്. സണ്ണിൻ്റെ 2 ടൈംസ് ഫാദറിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ആൻസർ 34 ആണ്. ഇനി 1.5 ടൈംസ് ഓഫ് ഫാദർ ഇസ് ആഡഡ് ടു സൺസ് ഏജ് സം 45 ആണ്. ഫാദറിൻ്റെ ഏജ് കണ്ടുപിടിക്കണമെങ്കിൽ സൺൻ്റെ ഏജ് ഈക്വലാക്കി കുറച്ചാൽ മതി. ഇതിനൊന്ന് ഡബിൾ ആക്കിയാൽ 3 ടൈംസ് ഓഫ് ഫാദർ പ്ലസ് 2 ടൈംസ് ഓഫ് ഇസ് ഈക്വൽ ടു 90. വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ 2f ഇസ് ഈക്വൽ ടു 4 56. എഫിൻ്റെ വാല്യൂ 20 വരുന്നത്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ തേർഡ് പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കണം. a plus b സ്ക്വയർ. അങ്ങനെ ഇതിൻ്റെ തേർഡ് പ്രൊപ്പോർഷണൽ a plus b ക്യൂബ് ആയിരിക്കത്തില്ല. തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയും ബിയും സിയും തേർഡ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ തേർഡ് പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ a/b is equal to b/c. ഓക്കെ, ഇതും മീൻ പ്രൊപ്പോർഷണൽ. ഇതാണ് നമ്മൾ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. a plus b ക്യൂബാണ് ഇവിടെ വരിക. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം. a plus b ഡിവൈഡഡ് ബൈ a plus b സ്ക്വയർ ഇസ് ഈക്വൽ ടു a plus b സ്ക്വയർ ഡിവൈഡഡ് ബൈ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ. ഇതിവിടെ ഒരുപാട് വെട്ടും, ഇതവിടെ മൾട്ടിപ്ലൈ ബൈ a plus b ക്യൂബ് എന്നൊരു ആൻസർ. അടുത്ത 30 ക്വസ്റ്റ്യൻ. സം ഓഫ് എ നമ്പർ ഇറ്റ്സ് ഹാഫ് ഇറ്റ്സ് 1/3 ആൻഡ് 27 ഇസ് 71. നമ്പർ അതിൻ്റെ കൂടെ അതിൻ്റെ ഹാഫും അതിൻ്റെ 1/3 27 ആഡ് ചെയ്ത് 71 എന്ന് വരുന്ന പറഞ്ഞിരിക്കുന്നത്. അത് ഈ 27 അവിടെ കൊണ്ടേ കുറച്ച് 30 47. നമ്പറിനെ ഹാഫ് ആക്കണം, 1/3 ആക്കണം, നമ്പർ ആഡ് ചെയ്യണം. നമ്പർ 6 പാട്ടാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഹാഫ് 3 പാട്ട്, അതിൻ്റെ 1/3 2 പാട്ട്. 6 3 9 2 11 പാട്ടാണ് 44. അപ്പോൾ ഒരു പാട്ട് എത്രയാണ്? 4 ആണ്. അങ്ങനെ നമ്പർ എത്ര? 6 പാട്ട്. 6 × 4 27 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റ് ലിറ്റ്മസ് സൊല്യൂഷൻ പർപ്പിൾ ഡൈ ആണ്. വിച്ച് ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ലൈക്കൻ പ്ലാന്റ് ബിലോങ് ടു ദ ഡിവിഷൻ തല്ലോഫൈറ്റ. ഈ ലിറ്റ്മസ് പേപ്പറിൻ്റെ സൊല്യൂഷൻ ഇല്ല, ലിറ്റ്മസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പർപ്പിൾ കളറിലൊരു ഡൈ ആണ്. അത് ഒരു ലൈക്കനിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, തല്ലോഫൈറ്റ. അത് കറക്റ്റാണ്. അടുത്തത് നമുക്ക് റെഡ് ക്യാബേജ് ലീവ്, ടർമറിക്, കളേർഡ് പെറ്റൽസ് ഓഫ് സം ഫ്ലവേഴ്സ്. ഇതെല്ലാം നമുക്ക് ആസിഡിൻ്റെ ബേസിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാണ്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ശരിയാണ്. നമ്മൾ ഈ ആസിഡ് ബേസ് ടെസ്റ്റ് ഇല്ലേ, ആസിഡ് അല്ലെങ്കിൽ ആൽക്കനൈൻ ടെസ്റ്റ് നമ്മൾ ചെയ്യത്തില്ല, അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം കറക്റ്റാണ്. അടുത്തത് സിമ്പിൾനെസ് നോൺ എ സം ഓഫ് 3600 ഫോർ 3 years ആൻഡ് 4 months ഇസ് 840. റേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതേ നേരെ SI ഇസ് ഈക്വൽ ടു R % സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാലും മതി. നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കിട്ടാൻ വേണ്ടി
ഒരു വർഷത്തെ SI പ്രിൻസിപ്പലിന് എത്ര ശതമാനം എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 3 ഇയർ 4 മന്തിലെ SI ആണ് 840. 3 ഇയർ 4 മന്ത് എന്ന് പറഞ്ഞാൽ 3 and 1/3 10/3. 10/3 നാളത്തെ വർഷത്തേക്കുള്ള ഇതാണ് 840. അപ്പോൾ ഒരു വർഷത്തേക്ക് 84 × 3 വരും. പ്രിൻസിപ്പൽ 3600 ആണ്, ഇൻറ്റു 100 ചെയ്യുക. ഇതായിരിക്കും റേറ്റ്. 100 വെട്ടിപ്പോവും. ഇതിവിടെ 12 കിട്ടും, ഇതവിടെ 7 കിട്ടും. സോ 7% ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 45 കിലോ വിലയുള്ള ഷുഗറും 52 കിലോ വിലയുള്ള ഷുഗറും കൂടെ ഏത് റേഷ്യോ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് 55.2 ഏത് റേഷ്യോ മിക്സ് ചെയ്തിട്ട് 55.2 വിൽക്കുമ്പോഴാണ് 15% പ്രോഫിറ്റ് കിട്ടുന്നതെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇത് കോസ്റ്റ് പ്രൈസ് ആണ്, ഇതും കോസ്റ്റ് പ്രൈസ് ആണ്. മിക്സ് ചെയ്ത് കഴിയുമ്പോഴുള്ള കോസ്റ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് അലിഗേഷൻ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത് നമുക്കത് കണ്ടുപിടിക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴുള്ള കോസ്റ്റ് പ്രൈസിനേക്കാളും 15% പ്രോഫിറ്റ് എടുത്തിട്ടാണ് നമ്മൾ വിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ 115% ആ കിടക്കുന്ന 45.2. 5 വെച്ച് കൂട്ടിയാൽ 23, 5 വെച്ച് കൂട്ടിയാൽ 20. അപ്പോൾ ഇത് 552 × 2 വരും. 23 ഇതിൽ 2 കൊണ്ട് വിട്ട് 46, 46 9, 23 4, 24 2 48 മിക്സ് ചെയ്ത് കഴിയുമ്പോഴുള്ള കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഒരെണ്ണം 45, മറ്റേത് 52, മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 48. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കാണോ ഇത് കിടക്കുന്നതെന്ന് നോക്കുക. ആണെങ്കിൽ കുറയ്ക്കുക. ഇവിടെ 4, ഇവിടെ 3. അപ്പോൾ 4:3 ആണ് വരുന്ന റേഷ്യോ. ഓക്കെ, സിമ്പിൾ അലിഗേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ ഇന്ത്യ ഒരു ഹെർബൽ മെഡിസിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് ടു കെമിക്കൽ മെത്തേഡ്സ് ടു ട്രീറ്റ് വേംസ് ഇൻ ലൈഫ് സ്റ്റോക്ക്. അതായത് ലൈഫ് സ്റ്റോക്കിൽ വരുന്ന വേംസിനെ മാറ്റാൻ വേണ്ടി നമ്മളൊരു ഹെർബൽ മെഡിസിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് വേമി വെറ്റാണ്. ഓക്കെ, കറണ്ട് അഫേഴ്സ് ആണ്. മേ ബി സ്റ്റാറ്റിക് ആയിട്ടും ചോദിക്കാം. ഓക്കെ, അടുത്തത്. തഡോബ നാഷണൽ പാർക്ക് എവിടെയാണ് ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഇസ് ഇൻ മഹാരാഷ്ട്ര. അടുത്ത എക്സിൻ്റെ വാല്യൂ -1ഉം -2 ആണ് സൊല്യൂഷൻ എങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ അകത്തുനിന്ന് 3p - 2qൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3x² + px + q = 0 എന്നല്ല. എക്സിൻ്റെ വാല്യൂ -1 ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും 3 - p + q = 0 എന്ന് വരും. p - q = 3 എന്ന് വരും ആദ്യത്തെ ഇക്വേഷൻ. ഇതുപോലെ തന്നെ എക്സിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3 × -2ൻ്റെ സ്ക്വയർ, അതായത് 12 - 2p + q = 0. അപ്പോൾ 2p - q = 12 എന്ന് വരും. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ നമുക്ക് p - p - q = 12 എന്ന് വിളിക്കാൻ പാടില്ലേ. p - qൻ്റെ വാല്യൂ 3 അല്ലേ. അപ്പോൾ പിയുടെ വാല്യൂ എന്തായിരിക്കും? 3. 9 ആയിരിക്കത്തില്ലേ പിയുടെ വാല്യൂ. പിയുടെ വാല്യൂ 9 ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 6 ആയിരിക്കത്തില്ലേ. കാരണം p - q 3 അല്ലേ. ഇനി 3p - 2q കാൽക്കുലേറ്റ് ചെയ്യുക. 3p - 2q. 3p എന്ന് പറഞ്ഞാൽ 27, 2q എന്ന് പറഞ്ഞാൽ 12. കുറയ്ക്കുമ്പോൾ 15 എന്ന് വരും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 2 റെസിസ്റ്റേഴ്സ് 20 ohm 30 ohm കണക്റ്റഡ് ഇൻ പാരലൽ. ഇത് നമ്മൾ 3 വാട്ടോട്ട് കണക്ട് ചെയ്താൽ അതിലേക്കുള്ള കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി 1/R = 1/R1 + 1/R2 ആണ് ചെയ്യുന്നത്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ നെറ്റ് റേറ്റ് = R1 + R2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 1/ നെറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 1/20 + 1/30. അപ്പോൾ നമുക്ക് 50/600 എന്ന് വരും, അതായത് 1/12. അപ്പോൾ നെറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 12 ohm ആയിരിക്കും നെറ്റ് റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. V = ഇത് അവിടെ വിട്ടേക്കുക. V = IR എന്നൊരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ I = V/R എന്നാണ് ഇക്വേഷൻ. വോൾട്ടേജ് 3 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. റെസിസ്റ്റൻസ് 12 ആണ്. അപ്പോൾ 3/12 എന്ന് പറഞ്ഞാൽ 1/4. 1/4ൻ്റെ വാല്യൂ 0.25 ആംപിയർ ആണ് ഈ ബാറ്ററി കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചില നമ്പർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ആർ ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതൊരു സീരീസ് ആണ്.
അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി ഇവിടെ 315 ആയി ഇൻറ്റു 5, 560 ആയി ഇൻറ്റു 4, 60 180 ആയി ഇൻറ്റു 3. അപ്പോൾ അടുത്തത് ഇൻറ്റു 2ഉം അതിൻ്റെ അടുത്തത് ഇൻറ്റു 1ഉം ആയിരിക്കണ്ടേ. അപ്പോൾ എത്ര വരണം? അപ്പോൾ എത്ര ആയിരിക്കണം? 360 ആയിരിക്കണം. ഇൻറ്റു 2 ഇൻറ്റു 1, 360 മിസ്സിംഗ്. ഓക്കെ, അടുത്ത നോക്കാം. 40. 1 സബ്ട്രാക്റ്റഡ് ഫ്രം ഓഡ് ഡിജിറ്റ് ടു ആഡഡ് ടു ഈവൻ ഡിജിറ്റ്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റും സ്മോളസ്റ്റ് ഡിജിറ്റും നമ്മളുടെ വ്യത്യാസം എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കണം. ഓക്കെ, 1 സബ്ട്രാക്ട് ഫ്രം ഈച്ച് ഓഡ് ഡിജിറ്റ്. നോക്കി, ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ഡിജിറ്റ് 9 തന്നെയല്ലേ. 9 ഓടാണ്. അതിൽ നിന്ന് 1 കുറച്ച് എത്രയായി? 8. ഈവനിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമല്ലേ ചെയ്യുക. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഈവൻ നമ്പർ 4 ആണ്. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 6 വരെയല്ലേ ആവുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ ഉറപ്പായിട്ടും 8 ആയിരിക്കും. ഇനി 1 സബ്ട്രാക്ട് ഫ്രം ഈച്ച് ഓഡ് ഡിജിറ്റ് ടു ആഡഡ് ടു ഈവൻ ഡിജിറ്റ്. അപ്പോൾ ഇനി ഏറ്റവും ചെറിയ നമ്പർ 1. 1ൽ നിന്ന് 1 കുറച്ചാൽ 0 ആയിരിക്കത്തില്ല ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ. കാരണം ഈവൻ നമ്പറിനകത്ത് ഏറ്റവും ചെറുത് 2 ആണ്. അതിനി ചെറുതാവത്തില്ല അല്ലേ. അപ്പോൾ ഏറ്റവും വലുത് 8, ഏറ്റവും ചെറുത് 0 ആണ്. അവരുടെ വ്യത്യാസം എത്രയാണ്? 8. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് ലെസ് ആൻ ഈക്വൽ ടു വൈ ലെസ് ആൻ ഈക്വൽ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം കോ പ്രൈം ടു ഈച്ച് അതറാണ്. കാരണം ഈ നമ്പേഴ്സിനൊന്നും എന്തുണ്ടാവരുത്? കോമൺ ഫാക്ടർ ഉണ്ടാവരുത്. ആദ്യത്തെ 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 143 ആണ്. എക്സ് ലെസ് ആൻ ഈക്വൽ ടു വൈ ലെസ് ആൻ ഈക്വൽ ടു സെഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 143 ആണെങ്കിൽ 13ഉം 11ഉം ആയിരിക്കത്തില്ല നമ്പേഴ്സ്. ഇത് 11, ഇത് 13. ദാറ്റ് ഓഫ് ദ ലാസ്റ്റ് 2 ഈസ് 195. അവസാനത്തെ 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 195 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ നമ്പർ കിട്ടാൻ വേണ്ടി 195നെ 13 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരാ. 13 ഒരു തവണ, 65 5 തവണ. ഇതാണ് നമ്പേഴ്സ്. സം ഓഫ് 3 നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 30ഉം 9, 39 എന്നിട്ട് ആൻസർ. ഓക്കെ, അടുത്ത് 42. ലൈൻ ജോയിനിങ് ടു എൻ പോയിൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് ലൈൻ സെഗ്മെൻ്റ് ആണല്ലേ. 2 പോയിൻറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈനെ നമ്മൾ ലൈൻ സെഗ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. ഇൻ്റർസെക്റ്റിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്ന ലൈനാണ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ എന്ന് വിളിക്കുന്നത്. റേ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഡയറക്ഷനിൽ ഇൻഫിനിറ്റ്ലി പോകുന്നതിനാണ് റേ എന്ന് വിളിക്കുന്നത്. പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്ന വരകളാണ് പാരലൽ ലൈൻസ് വിളിക്കുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. സ്ക്വയറിൻ്റെ ഏരിയ 900 cm² ആണ്. ഇതിൻ്റെ പെരിമീറ്റർ ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ പെരിമീറ്ററിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഹെക്സഗണിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ഹെക്സഗണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ഹെക്സഗൺ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എല്ലാ സൈഡും ഈക്വലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് കുറേ ഇക്വലാറ്റർ ട്രയാങ്കിൾസ് കിട്ടും. ഓക്കെയാണ്. അതാണ് ഈ ഹെക്സഗണിൻ്റെ പ്രോപ്പർട്ടി. ഹെക്സഗണിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് 6 ഇൻറ്റു ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെയാണ്. ഇതിൻ്റെ ഈ സൈഡ്സ് എല്ലാം എ ആണെങ്കിൽ ഇതെല്ലാം ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ആണ്. അതിൻ്റെ എല്ലാം സൈഡ്സും എ ആയിരിക്കും. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടി √3 a²/4 ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇനി സ്ക്വയറിൻ്റെ ഏരിയ 900 cm² അല്ലേ. സ്ക്വയറിൻ്റെ ഏരിയ 900 ആണെങ്കിൽ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ്? 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 120 ആയിരിക്കും. ഇത് ഹെക്സഗണിൻ്റെ പെരിമീറ്ററിന് ഈക്വലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഹെക്സഗണിൻ്റെ പെരിമീറ്റർ 6 ടൈംസ് ഓഫ് എ ആണ്. അപ്പോൾ ഹെക്സഗണിൻ്റെ സൈഡ് എത്രയാണ്? 20. അത് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 6 ഇൻറ്റു √3 ഇൻറ്റു 20 ഇൻറ്റു 20/4 ഇതായിരിക്കും ആൻസർ. ഓക്കെ, 4 ഇവിടെ 5 കൊണ്ട് കിട്ടും. 5 കൊണ്ട് 2 10. അപ്പോൾ 100. 600 √3 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, 600 √3. അടുത്ത ക്വസ്റ്റ്യൻ 47. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ഫ്ലവർ ഡെവലപ്സ് ഇൻറ്റു ഫ്രൂട്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് ശേഷം ഫ്രൂട്ടിൻ്റെ ഏത് പാർട്ടാണ് ഫ്ലവർ ആവാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? ഓവറിയാണ്. അടുത്തത് പി ഈസ് എനി പോയിൻറ്റ് ഇൻസൈഡ് ദ റെക്ടാങ്കിൾ ABC. നമ്മുടെ റെക്ടാങ്കിൾ ഉണ്ട്. ഇതിനകത്ത് ഏതോ ഒരു പോയിൻ്റാണ് പി. പിയുടെ വാല്യൂ 27 ആണ്. പി ബിയുടെ വാല്യൂ 21 ആണ്. പി സിയുടെ വാല്യൂ 6 ആണ്. പി ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി, അതായത് ഇങ്ങനെ ഓർത്താൽ മതി.
ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 27ൻ്റെ സ്ക്വയർ പ്ലസ് 6ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 21ൻ്റെ സ്ക്വയർ പ്ലസ് എന്തിൻ്റെ സ്ക്വയർ. 27ൻ്റെ സ്ക്വയർ 729, 6ൻ്റെ സ്ക്വയർ 36, മറ്റേത് 441 പ്ലസ് എക്സ് സ്ക്വയർ. കുറയുമ്പോഴത്തേനും 440 ആണ്. അവസാനം ഒരു 8, പിന്നെ ഒരു 8, 5 2 പ്ലസ് 36 കൊണ്ട് അടയുമ്പോഴത്തേനും 4 9 12 324 എന്ന് വരത്തില്ല എക്സ് സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 18 ആയിരിക്കും. ഓക്കെ, അടുത്തത് സില്ലോയിസ് ആണ്. സം ഗ്ലാസസ് ആർ വിൻഡോ, സം വിൻഡോസ് ആർ വൈറ്റ്, ഓൾ വൈറ്റ് ആർ ബ്രിട്ടിൽ. കൺക്ലൂഷൻസ്: സം വൈറ്റ് ആർ ഗ്ലാസസ്. വൈറ്റ് ഗ്ലാസ് ആണെന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. സം ബ്രിട്ടിൽ ആർ ഗ്ലാസസ്, ബ്രിട്ടിൽ ആർ ഗ്ലാസസ് എന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. സം ബ്രിട്ടിൽ ആർ വിൻഡോ, ബ്രിട്ടിൽ ആർ വിൻഡോ, അത് ഓക്കെയാണ്. ഓക്കെ, യെസ്, ഇതാണ് ആൻസർ. അടുത്തത്, ദ വേർഡ് ഇൻ ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇംപ്ലൈസ് ആൻ ഇലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ഡെമോക്രാറ്റിക്, സോവറിൻ, സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക്. അതായത് നമ്മുടെ പ്രിയാമ്പിളിനകത്ത് റിപ്പബ്ലിക് എന്നുള്ള വേർഡാണ് ഇലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന ഒരു സംഭവത്തിന് ഇംപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, റിപ്പബ്ലിക്. അടുത്തത്, ഓക്കെ, ഇൻഇക്വാളിറ്റീസ് ആണ്. എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി. എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി വർക്ക് ചെയ്യണമെങ്കിൽ എൻ തൊട്ട് ബി വരെയുള്ള എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി ആയിരിക്കണം. ആണല്ലോ, എൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി അല്ലേ? ഇത് കറക്റ്റാണ്. എൻ ലെസ് ദാൻ ബി, എൻ ലെസ് ദാൻ ബി ആണോ? അല്ല. ഓ ലെസ് ദാൻ ആർ, ഓ ലെസ് ദാൻ ആർ ആണോ? അല്ല. ഇങ്ങനെയല്ലേ വരുന്നത്? ഓ ഇവിടെ വരും, ആർ ഇവിടെ വരും, അപ്പോൾ ഇത് വരത്തില്ല. ടി ലെസ് ദാൻ എം, ടി ലെസ് ദാൻ എം. നോക്കി, ഇന്നത്തെ ഇപ്പോൾ ഒരെണ്ണമല്ലേ ശരിയുള്ളൂ. അപ്പോൾ ഒരെണ്ണം ശരി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചെക്ക് ചെയ്ത് സമയം കളയണോ? വേണ്ട. അടുത്തത്, വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ എബോവ് സീരീസ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേനും എത്ര നമ്പറുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 9, 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇവിടെ വെച്ച് പകുതിയാക്കണം. ഫസ്റ്റ് ഹാഫിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനും സെക്കൻഡ് ഹാഫിലെ നമ്പേഴ്സ് അല്ലേ കുറച്ചും കൂടെ വലുതായിട്ട് കാണുന്നത് അല്ലേ? സെക്കൻഡ് ഹാഫിലെ നമ്പേഴ്സിൽ ഇച്ചിരി വലുതായിട്ട് കാണുന്നത്. നമുക്കൊരു ഡിജിറ്റ് നോക്കി കുറയ്ക്കാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, 63 നിന്ന് 13 കുറയ്ക്കുക, അപ്പോൾ എത്ര? 50. 64 നിന്ന് 34 കുറയ്ക്കുക, അപ്പോൾ എത്ര? 30. 52 നിന്ന് ഒന്നും കുറയ്ക്കാനില്ലല്ലേ, അതവിടെ കിടക്കട്ടെ. ഓക്കെ, 52 തൽക്കാലം അവിടെ നിൽക്കട്ടെ. 94 നിന്ന് നമുക്ക് അവിടെ ഒന്നും കുറയ്ക്കാനില്ല, അതും അവിടെ നിൽക്കട്ടെ. അടുത്ത് 73 നിന്ന് 23 കുറച്ചാൽ 50. 29 നിന്ന് 19 കുറച്ചാൽ 10. 24 നിന്ന് ഒന്നും കുറയ്ക്കാനില്ല, അതവിടെ നിൽക്കട്ടെ. 86 നിന്ന് 56 കുറച്ചാൽ 30. 85 നിന്ന് 25 കുറച്ചാൽ 60. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മിച്ചമുള്ളത്? 78 നമ്മൾ എടുത്തിട്ടില്ല, 52 എടുത്തിട്ടില്ല, 94 94 എടുത്തിട്ടില്ല. നോക്കി, 94 24 ആഡ് ചെയ്ത് എത്രയാണ്? 94 ആഡ് ചെയ്താൽ 118 അല്ലേ? ഓക്കെ, 118 നിന്ന് 78 കുറച്ച് കഴിഞ്ഞാൽ 40 കിട്ടത്തില്ലേ? ഇതും കഴിഞ്ഞു. ഇനി 52 മാത്രമല്ലേ കുറയ്ക്കാനുള്ളൂ. 52 46 16 ആഡ് ചെയ്താൽ 62 അല്ലേ? നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് ലെഫ്റ്റ് സൈഡ് കുറയ്ക്കുന്നത്. അപ്പോൾ 52 62 കുറച്ചാൽ -10 എന്ന് വരത്തില്ലേ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത ആൻസർ ആയിരിക്കും. ഓക്കെ, നമുക്ക് ട്രൈ നോക്കാം. 60 40 എടുത്താൽ 100,
വീണ്ടും ഒരു 100, അപ്പോൾ 200 ആയി. 10 മൈനസ് 10 പോയി. 260. യെസ്, ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. വോയിസ് ചേഞ്ച് ഡ്യൂറിങ് പ്യൂബർട്ടി ഒക്കേഴ്സ് ഡ്യൂ ടു ഡെവലപ്മെൻറ്റ് ഓഫ് ലാറിങ്സ്. ലാറിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഡെവലപ്പ് ആയതുകൊണ്ടാണ് പ്യൂബർട്ടി, അതായത് പ്രായപൂർത്തിയാകുമ്പോൾ നമുക്ക് സൗണ്ട് വ്യത്യാസമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് ആക്ടിവിറ്റി ഇസ് നോട്ട് കവർ അണ്ടർ നാഷണൽ എയർ സ്പോർട്സ് പോളിസി. നാഷണൽ എയർ സ്പോർട്സ് പോളിസിയിൽ വരാത്തതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് പാരാസൈലിംഗ്. ഓക്കെ, അടുത്തത്. ഓക്കെ, ഇത് ബസ്സിലാണ്. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഫേസിങ് നോർത്ത്. 7 പേര് ഇരിപ്പുണ്ട്. 3 persons ബിറ്റ്വീൻ പി ആൻഡ് ടി. പിക്കും ടിക്കും അടങ്ങി 3 പേരുണ്ട്. ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ടല്ലോ. ടി കഴിഞ്ഞ് 3 കഴിഞ്ഞ് പി. എൻ സിറ്റിംഗ് അറ്റ് 1 end. ഒരറ്റത്ത് എൻ ഉണ്ട്. പി സിറ്റിംഗ് സംവെയർ ടു ദ ലെഫ്റ്റ് ഓഫ് എൻ. അപ്പോൾ എൻ ഏറ്റവും അറ്റത്തായിരിക്കും, എന്നാലല്ലേ എന്നിൻ്റെ ലെഫ്റ്റിലെ ആൾക്കാർ വരുള്ളൂ. O is immediate right of P. O is the immediate right of P and immediate left of R. Immediate left of R. നോക്കി, രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ 1, 2, 3, 4, 5, 6, 7, 8 പേര് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് തെറ്റാന്നല്ലേ, കാരണം 7 പേരല്ലേ വരത്തുള്ളൂ. ഓക്കെ, ഇവിടെ എത്ര പേരായി നോക്കി? 1, 2, 3, 4, 5, 6. ഇനി ഒരാളും കൂടെ വരാനുണ്ട്. എക്സാക്ട്ലി 2 people are sitting to the right of T. ടിയുടെ റൈറ്റിൽ എക്സാക്ട്ലി 2 പേരുണ്ട്. ടി ഹു ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ക്യൂ. ക്യൂവിൻ്റെ റൈറ്റിലാണ് ടി ഇരിക്കുന്നത്. ഓക്കെ, കുറച്ച് പേര് ഇടാൻ പറ്റുള്ളൂ. 3 between P and T. 3 between P and T. N sitting at 1 end. P somewhere to the left of N. O is immediate right of P and immediate left of R. ആറിന് ഇവിടെ ഇടാനുണ്ട്. അപ്പോൾ NO PQ RS NO PQ RS ആണ് ഇടാനുള്ളത്. ഹു ഈസ് സിറ്റിംഗ് ഇൻ ദ മിഡിലിരിക്കുന്ന ആരാന്നല്ല ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ക്യൂ ആണ്. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ ഡയഗ്രാം. ഗ്രാജുവേറ്റഡ് സ്കിൽ വർക്കേഴ്സ് കോൺട്രാക്റ്റുവൽ അല്ലാത്ത ആരാന്ന് ചോദിച്ചിരിക്കുന്നത്. കോൺട്രാക്ച്വൽ എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളാണ്. ഗ്രാജുവേറ്റഡ് സ്കിൽ വർക്കേഴ്സ്, ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളാണ്. സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സർക്കിളാണ്. ഗ്രാജുവേറ്റഡ് സ്കിൽഡ് വർക്കേഴ്സ് ആർ നോട്ട് കോൺട്രാക്ച്വൽ. അപ്പോൾ ഉണ്ടല്ലോ, കോൺട്രാക്ച്വൽ അല്ലാത്ത ഗ്രാജുവേറ്റ് സ്കിൽഡ് വർക്കേഴ്സ് ആരെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പുറത്ത് ബാക്കിയെല്ലാം വരുന്ന ആൾക്കാർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെക്റ്റാങ്കിളിൻ്റെ പുറത്ത് ബാക്കിയെല്ലാം വരണം. സർക്കിൾ വരണം, ഈ പെൻറ്റഗൺ വരണം, ട്രയാങ്കിൾ വരണം. അപ്പോൾ ഏതേ ഉള്ളൂ? 27 ഉള്ളത്. അതാണ് ആൻസർ. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത പാട്ട് വൈകാതെ നമ്മൾ അപ്ലോഡ് ചെയ്യാവേ. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇത് ചെറിയ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദോസ് എവരിവൺ. മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ.